കോഴിക്കോട് ഫറോക്ക് നഗരസഭയിൽ ഭരണം നിലനിർത്താൻ UDF ഇറങ്ങുമ്പോൾ ഭരണം തിരിച്ചുപിടിക്കാനുള്ള പോരാട്ടത്തിലാണ് LDF. നഗരസഭയിലെ വികസന നേട്ടങ്ങൾ ഭരണ തുടർച്ചയ്ക്ക് കാരണമാകുമെന്നാണ് UDFന്റെ പ്രതീക്ഷ. എന്നാൽ ഭരണസമിതിയുടെ വികസന മുരടിപ്പിനും അഴിമതിക്കുമെതിരെ ജനങ്ങൾ പ്രതികരിക്കുമെന്നാണ് LDFന്റെ ആത്മവിശ്വാസം. നിലവിൽ 38 ഡിവിഷനുകളുണ്ടായിരുന്ന ഫറോക്ക് നഗരസഭയിൽ ഇത്തവണ ഒരു വാർഡ് വർദ്ധിച്ച് 39 നിലവിൽ UDF ഭരിക്കുന്ന നഗരസഭയിൽ തുടർവിജയം ഉറപ്പാണെന്നാണ് ഭരണപക്ഷത്തിന്റെ പ്രതീക്ഷ. പാവപ്പെട്ടവർക്കുള്ള വീട് നിർമ്മാണം, ദാരിദ്ര്യ നിർമ്മാർജ്ജനം, വിദ്യാഭ്യാസ ആരോഗ്യ മേഖലയിലെ തനത് നേട്ടങ്ങൾ എന്നിവ മുന്നോട്ട് വെച്ചുകൊണ്ടാണ് UDF ഭരണസമിതി തുടർച്ചയ്ക്ക് അവസരം തേടുന്നത്. കഴിഞ്ഞ 5 വർഷമായി ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രൂപത്തിലുള്ള നല്ല പ്രവർത്തനമാണ് നടത്തിയിട്ടുള്ളത്. നമ്മൾ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് ഒരു ഊന്നൽ നൽകിക്കൊണ്ടുള്ള പോക്കാണ് പോയിരുന്നത്. ആരോഗ്യം, പാർപ്പിടം, കുടിവെള്ളം, വിദ്യാഭ്യാസം, ഈ 4 മേഖലയിലും ജനങ്ങളുടെ താല്പര്യത്തിനനുസരിച്ചുള്ള പ്രവർത്തിച്ച് നമ്മൾ സഹായിച്ചിട്ടുണ്ട്. ഏറെക്കുറെ ഫറൂഖ് മുനിസിപ്പാലിറ്റിയിൽ അന്തിയുറങ്ങാൻ വീടില്ലാത്ത ഒട്ടനവധി ആളുകളുണ്ട്. അവർക്ക് 600-ലധികം വീട് പണി കഴിപ്പിച്ചു. നമ്മൾ പലരും അവിടെ സുഖമായി താമസിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഫറോക്ക് നഗരസഭയിൽ നാളിതുവരെ കാണാത്ത വികസന മുരടിപ്പാണ് UDF ഭരണകാലത്തുണ്ടായതെന്ന് LDF ആരോപിക്കുന്നു. വികസന പദ്ധതികൾക്ക് അനുവദിക്കപ്പെട്ട കോടികളുടെ പദ്ധതി സഹായം ലീഗ്, കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ഭരണസമിതി പാഴാക്കിയെന്ന വിമർശനവുമുണ്ട്. കഴിഞ്ഞ 5 വർഷക്കാലം ഫറോക്ക് നഗരസഭയ്ക്കകത്ത് ജനങ്ങൾ ഈ ഭരണസമിതിയെ കൊണ്ട് ബുദ്ധിമുട്ടിയിരിക്കുകയാണ്. ഒന്ന്, പ്രധാനമായും ഫറോക്ക് നഗരസഭയിൽ ഏറ്റവും പ്രധാനപ്പെട്ട കമ്മ്യൂണിറ്റി ഹാള്, അതോടൊപ്പം തന്നെ ബഡ്സ് സ്കൂള്, ബസ് സ്റ്റാൻഡ്, സ്റ്റേഡിയം, ഈ പ്രവർത്തനങ്ങൾക്കകത്ത് സംസ്ഥാന സർക്കാർ ഫണ്ട് നൽകിയിട്ടും 1 രൂപ ചെലവഴിക്കാൻ വേണ്ടി ഫറോക്ക് നഗരസഭയ്ക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളത് ഒരു ഭാഗത്ത് നിലനിൽക്കുന്നു. നിലവിൽ UDFന് 20 സീറ്റുള്ളതിൽ 16 സീറ്റ് മുസ്ലിം ലീഗിനും 4 സീറ്റ് കോൺഗ്രസിനുമാണ്. LDFന് നിലവിൽ 17 സീറ്റാണുള്ളത്. CPIMന് 16ഉം NCPക്ക് 1 സീറ്റും BJPക്ക് 1 സീറ്റും നഗരസഭയിലുണ്ട്. സംസ്ഥാനത്തെ 10 വർഷത്തെ തുടർഭരണ സാഹചര്യത്തിൽ നഗരസഭയിൽ അട്ടിമറി വിജയം നേടാനാവുമെന്ന പ്രതീക്ഷയിലാണ് LDF. ന്യൂസ് മലയാളം, കോഴിക്കോട്.